ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പാഠപുസ്തകത്തോടൊപ്പം നമ്മൾ ഇന്ന് ഒരു LP-UP റിലേറ്റഡ് മോക്ക് ടെസ്റ്റാണ് ചെയ്ത് നോക്കുന്നത്. 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 5ഓളം മോക്ക് ടെസ്റ്റുകൾ LP-UP റിലേറ്റഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അബോധ മനസ്സിൻ്റെ പ്രവർത്തന തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഏറ്റവും പ്രായോഗികമായ ഒരു പ്രതിവിധി ഏത്? ഉത്തരം പ്രക്ഷേപണ പ്രവിധി. രണ്ടാമത്തെ ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിൽ അനുയോജ്യമായ ഒരു ബോധന രീതിയാണ് ഡാഷ്. ഏതാണ്? ഉത്തരം കളിരീതി. തേർഡ് ക്വസ്റ്റ്യൻ, അധ്യയന വർഷത്തിൽ ആദ്യ ദിവസം ആദ്യ പീരീഡിൽ അധ്യാപകൻ ക്ലാസ്സിൽ ചെയ്യുന്ന ധർമ്മം എന്ത്? 4 ഉണ്ട്. ഇതിലേതാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്കൂളിനെ പരിചയപ്പെടുത്തൽ. ക്വസ്റ്റ്യൻ നമ്പർ 4, ക്ലാസ് മുറികളിൽ അച്ചടക്കം നിലനിർത്തുവാൻ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ മാർഗം എന്താണ്? ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേത് മാർഗമാണ് അധ്യാപകൻ എന്നുള്ള നിലയിൽ ക്ലാസ് മുറിയിൽ അച്ചടക്കം നിലനിർത്താൻ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം? ഉത്തരം ഓപ്ഷൻ സി, പഠന പ്രക്രിയയിലെ സജീവ തുല്യ പങ്കാളികളായി പഠിതാക്കളെ മാറ്റിയെടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5, നല്ല വിദ്യാഭ്യാസം എന്നതുകൊണ്ട് താങ്കൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പഠിതാക്കളെ അവരുടെ കഴിവുകളും ദൗർലഭ്യങ്ങളും മനസ്സിലാക്കുവാൻ പ്രാപ്തരാക്കുക. ക്വസ്റ്റ്യൻ 6, എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ഭാഗമല്ലാത്തത് ഏത്? ഇതിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ഭാഗമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ബോധന തന്ത്രങ്ങളുടെ ശരിയായ ആസൂത്രണം. ക്വസ്റ്റ്യൻ 7, പഠന പ്രക്രിയയിൽ മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യം എന്ത്? എന്താണ് നമ്മുടെ പഠന പ്രക്രിയയിൽ മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യം? ഉത്തരം വരുന്നത് 2 ഉണ്ട്. ബോധന ഉദ്ദേശങ്ങൾ എത്രത്തോളം കൈവരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കലും ബോധന പ്രക്രിയയിൽ സ്വീകരിച്ച തന്ത്രങ്ങളുടെ ഫലപ്രാപ്തി അളക്കലുമാണ്. 2 വരും. ക്വസ്റ്റ്യൻ 8, ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്ന വിഷയം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ താങ്കൾ ആദ്യം അവതരിപ്പിക്കുന്ന വാചകം ഏതാണ്? 4 വാചകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. വെള്ളം അമൂല്യമാണ്, അത് മലിനമാകാതെ സൂക്ഷിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ 9, ബോധനത്തിൻ്റെ പാഠാസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ബോധനത്തിൽ പാഠാസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? എന്തൊക്കെയാണ്? അതായത് ഉത്തരം ഇതാണ്, അധ്യാപകനെ അത് പഠന പ്രശ്നത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിലനിർത്തുന്നു. ബോധനത്തിൽ പാഠാസൂത്രണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകേണ്ടതിൻ്റെ ഉദ്ദേശം എന്താ ശരിക്കും? അധ്യാപകനെ അത് പഠന പ്രശ്നത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിലനിർത്താൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ 10, പാഠാസൂത്രണത്തിലെ മൂല്യനിർണ്ണയ സമീപനം വിമർശിക്കപ്പെടുവാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്ത്? പാഠാസൂത്രണത്തിലെ മൂല്യനിർണ്ണയ സമീപനം വിമർശിക്കപ്പെടാൻ ഉള്ള പ്രധാന കാരണം എന്ത്? എന്തൊക്കെയാണ്? അത് അധ്യാപകന് പഠിതാക്കളുടെ മേൽ ആധിപത്യത്തിനിടയാക്കും. അതുപോലെ തന്നെ അത് പഠിതാക്കളിലെ വ്യക്തിവ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇത് 2 വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ക്വസ്റ്റ്യൻ 11, ഇവയിൽ ഏത് പഠനോപകരണമാണ് പഠിതാക്കളിൽ സംഖ്യാവബോധത്തിനും അവയുടെ താരതമ്യത്തിനും വിശകലനത്തിനും സഹായിക്കുന്നത്? ചിത്രങ്ങൾ, ഡയഗ്രാം, ഗ്രാഫ്, മാപ്പ്. ഇതിലേതാണ്, ഏത് പഠനോപകരണമാണ് പഠിതാക്കളിൽ സംഖ്യാവബോധത്തിനും അവയുടെ താരതമ്യത്തിനും വിശകലനത്തിനും സഹായിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗ്രാഫുകളാണ്. ക്വസ്റ്റ്യൻ 12, വിദ്യാഭ്യാസത്തിൻ്റെ ബോധന ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആയി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഈ പ്രസ്താവനകൾ വിലയിരുത്താനാണ് ചോദ്യം. ലക്ഷ്യങ്ങൾ സാമാന്യ രൂപത്തിലും ഉദ്ദേശങ്ങൾ വിശിഷ്ട രൂപത്തിലുമാണ് പരിഗണിച്ചു പോകുന്നത്. ലക്ഷ്യങ്ങൾ വിദൂരവും ഉദ്ദേശങ്ങൾ സമീപവുമാണ്. ലക്ഷ്യങ്ങൾ വിദൂരവുമാണ്, ഉദ്ദേശങ്ങൾ സമീപവുമാണ്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബോധന ഉദ്ദേശങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റ് ആണോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2 ശരി.
ക്വസ്റ്റ്യൻ 13, ഒരു ചെറിയ ഖണ്ഡിക വായിച്ചിട്ട് അല്ലെങ്കിൽ അത് നൽകിയിട്ട് വിട്ടുപോയ ഭാഗത്ത് ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ പൂരിപ്പിക്കുവാനായി ഒരു കുട്ടിയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വായനാശേഷിയിൽ കുട്ടിയുടെ ഏത് നിലവാരത്തെ നിർണ്ണയിക്കുന്ന ചോദ്യമായിരിക്കും? ഒരു ഖണ്ഡിക കൊടുത്തു വിട്ടുപോയ സ്ഥലത്ത് വാക്കുകൾ വെച്ച് പൂരിപ്പിക്കാനായിട്ട് കുട്ടിയോട് പറയുകയാണെങ്കിൽ വായനാശേഷിയിൽ കുട്ടിയുടെ ഏത് നിലവാരത്തെയാണ് അവിടെ ഇത് ചെയ്യുന്നത്? അതായത് നൂതന വാക്കുകളുടെ പ്രയോഗമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14, ഇവയിൽ പാരായണ ഗ്രഹണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ചോദ്യമേത്? പാരായണ ഗ്രഹണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ചോദ്യമേതാണ്? ഉത്തരം വരുന്നത് ആശാന്റെ മറ്റൊരു കവിതയുടെ പേര് പറയാമോ? അതായത് പാരായണ ഗ്രഹണത്തിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ക്വസ്റ്റ്യൻ 15, ക്രയോൺ പെൻസിൽ കൊണ്ട് വരച്ചു തുടങ്ങിയ കുട്ടി അടിസ്ഥാനപരമായ രൂപങ്ങളും വൃത്തങ്ങളും വരയ്ക്കുന്നതിൽ പരിണമിക്കുമ്പോൾ അത് കുട്ടിയുടെ ഏത് ശേഷികൾ പരിപൂർണമായും വികസിച്ച് അർത്ഥപൂർണമായ എഴുത്തിൽ കലാശിച്ചു എന്ന് പറയാം? ഇവിടെ വരുന്നത് 4 തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുട്ടിയുടെ ഏത് ശേഷിയാണ് പൂർണ്ണമായും വികസിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദ്രിയ ചാലകത. ക്വസ്റ്റ്യൻ നമ്പർ 16, ഒരു പഠിതാവ് സുഹൃത്തിന് കത്തെഴുതുമ്പോൾ അവയിൽ ഏതൊക്കെ സവിശേഷ ലക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു പഠിതാവ് ഒരു കത്തെഴുതുമ്പോൾ അവയിൽ ഏതൊക്കെ സവിശേഷ ലക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഏതൊക്കെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചില രൂപഘടനകൾ, ഹൃദയപൂർവകമായ കാര്യങ്ങൾ, ചില ചുരുക്കെഴുത്തുകൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ 17, പഠനം അളക്കാനുള്ള വക്രങ്ങളിൽ കണ്ടുവരുന്ന തിരശ്ചീന മേഖലകൾ സൂചിപ്പിക്കുന്നത് എന്ത്? നമ്മൾ കുറേ തരം പഠന വക്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം തിരശ്ചീന മേഖലകൾ ഈ വക്രത്തിലുണ്ടെങ്കിൽ അത് എന്താണ്? പഠനത്തിൻ്റെ ഏതൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് പഠനം എന്താണ്? നിശ്ചലാവസ്ഥയിലാണ്. തിരശ്ചീന തലങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താ? പഠനം നിശ്ചലാവസ്ഥയിലാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 18, ഭാഷയുടെ തനതായ ഉച്ചാരണത്തിൽ നിയമങ്ങൾ കാരണം ഭാഷാ പഠിതാവിന് ഭാഷണം നടത്താനുള്ള ആത്മധൈര്യം ഉണ്ടാകില്ല. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ദൂരീകരിക്കാം? അതിൻ്റെ മാർഗം ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ക്ലാസ്സിൽ ഉറക്കെയുള്ള വായന പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു പഠിതാവിന് ഭാഷണം നടത്താനുള്ള ആത്മധൈര്യം വീണ്ടും കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 19, ആശയഭൂപടത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ആരാണ് ആശയഭൂപടത്തിൻ്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി ആണ്, ജോസഫ് ഡി നൊവാക്ക്. ക്വസ്റ്റ്യൻ 20, സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായ ലെവ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ച പഠനരൂപം ഏതാണ്? ഇതിലേതാണ് ലെവ് വൈഗോട്സ്കിയുടെ പഠനരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സഹവർത്തിത്വ പഠനം. ക്വസ്റ്റ്യൻ നമ്പർ 21, പാഠാസൂത്രണ രേഖയുടെ ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ട വിവരങ്ങളിൽ പെടാത്തത്? നമ്മൾ ലെസൺ പ്ലാൻ എഴുതൂലേ, അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ട വിവരങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? അധ്യാപകൻ്റെ പേരൊക്കെ ഉൾക്കൊള്ളണം, വിഷയം, ഏകകം, ക്ലാസ്, ഡിവിഷൻ, കുട്ടികളുടെ എണ്ണം, അതൊക്കെ നമുക്ക് ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ടതാണെന്ന് അറിയാം. അപ്പോൾ ഏതാണ് ഉൾക്കൊള്ളിക്കേണ്ടാത്തത്? അതായത് പാഠ്യവസ്തുക്കൾ, ബോധനോപകരണങ്ങൾ, മുന്നറിവ്, ഇത് ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ 22, ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ നമുക്ക് 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് നോക്കേണ്ടത്. പാഠാസൂത്രണം എന്നാൽ ഒരു പീരീഡിലേക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൽ പഠന പ്രവർത്തനങ്ങൾ വിശദമായി വിവരിക്കുന്നു. അടുത്ത സെന്റൻസ് ഇതാണ്: പാഠാസൂത്രണത്തിൽ പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ നൽകുന്നു, എന്നാൽ ഏകകാസൂത്രണത്തിൽ മൂല്യനിർണ്ണയ ഉപകരണങ്ങളും ഉപാധികളും സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഏകകാസൂത്രണത്തിൽ ഉള്ളടക്കം പ്രധാനവും അല്ലാത്തതുമായ വസ്തുതകളും ധാരണകളുമായി വർഗീകരിച്ച് രേഖപ്പെടുത്തും. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 23, വാട്ട് ടൈപ്പ് ഓഫ് എറർ ഈസ് സീൻ ഇൻ ദ ബോയ് എയ്റ്റ് മാംഗോ? ഇതിൽ ഏത് തരം എറർ ആണ് ഈ ഒരു സെന്റൻസിൽ ഉള്ളത്? ഏത് എററാണ് ഉള്ളത്? ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾ ആണ്. ക്വസ്റ്റ്യൻ 24, ദ സ്റ്റഡി ഓഫ് ദ മീനിങ്
units in a language is called. The study of the meaning units in a language is called dash. എന്തുവാണ് ഉത്തരം? ഓപ്ഷൻ സി, മോർഫോളജി ആണ്. ക്വസ്റ്റ്യൻ 25, പഴശ്ശി കലാപത്തെ നേരിടാനായി മലബാറിലെയും തെക്കൻ കനറയിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വസൈന്യാധിപനായി 1800 നിയമിതനായത് ആരാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഉത്തരം ഓപ്ഷൻ സി, ആർതർ വെല്ലസ്ലി ആണ് കേട്ടോ. ആർതർ വെല്ലസ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 26, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആര്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ നോക്കാം, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും ഈ പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, കുമാരൻ വയലേരി ആണ്. പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ 27, ചേരുംപടി ചേർക്കുക. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ആര്? കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? KPCCയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പഠിച്ചു വെക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നോക്കി വെക്കാം. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ആരാണ്? ഷൗക്കത്ത് അലി ആണ് കേട്ടോ. പഠിച്ചു വെക്കുക, ഷൗക്കത്ത് അലി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ഓർത്ത് വെച്ചോണം. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു. ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അതുപോലെ തന്നെ KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കെ മാധവൻ നായരായിരുന്നു. ആരാണ്? കെ മാധവൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 28 പോകാം. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായി 43 ദിവസം രോഗശയ്യയിൽ കിടന്ന് 1930 സെപ്റ്റംബർ 21 ജയിലിൽ മരണപ്പെട്ട വ്യക്തി ആരാണ്? ആരാണത്? ഉത്തരം ഓപ്ഷൻ ഡി, കുഞ്ഞിരാമൻ അടിയോടി. ക്വസ്റ്റ്യൻ 29, മലയാളി മെമ്മോറിയലിന് ആദ്യം ഒപ്പുവെച്ചത് ആര്? ആരാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത്? നമുക്ക് അറിയാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി, KP ശങ്കരമേനോൻ. ക്വസ്റ്റ്യൻ 30, ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ഐത്തത്തിനെതിരെ ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 31, തന്നിരിക്കുന്ന സംഭവം ആദ്യം നടന്ന ക്രമത്തിൽ എഴുതുക. ക്ഷേത്രപ്രവേശന വിളംബരം, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, സവർണജാഥ. ഒന്ന് എഴുതി നോക്കിയേ നിങ്ങൾ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് കൃത്യമായിട്ടുള്ളത് നമുക്ക് നോക്കി വെക്കാം. സവർണജാഥ നടന്ന എന്നായിരുന്നു? 1924 നവംബർ 1 അല്ലേ? അപ്പം ആദ്യം നടന്നത് സവർണജാഥ. രണ്ടാമത് നടന്ന ഏതാന്ന് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931-32 കാലഘട്ടത്തിലാണ്. അപ്പം രണ്ടാമത് വരുന്നതാണ്. മൂന്നാമത് വരുന്നതെന്ന് വെച്ചാൽ നിവർത്തന പ്രക്ഷോഭമാണ്. അത് 1932 അപ്പം അതാണ് മൂന്നാമത് വരുന്നത്. നാലാമത് ക്ഷേത്രപ്രവേശന വിളംബരം, നമുക്കറിയാവുന്നതാണ് അല്ലേ? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. അതെന്നാ വന്നേ? 1936 നവംബർ 12. പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ 32 പോകാം. 1925 മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? ഓൾറെഡി പഠിച്ചതാണ്. ഉത്തരം ഓപ്ഷൻ ബി, സേതു ലക്ഷ്മിബായി ആയിരുന്നു അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ 33, ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായി അല്ലെങ്കിൽ നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായിട്ട് നിയമസഭാ പ്രാതിനിധ്യം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ഇത് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ക്വസ്റ്റ്യൻ 34 ചേരുംപടി ചേർക്കാനാണ്. താരാപൂർ, റാവത്പേട്ട, അതുപോലെ തന്നെ നറോറ, കക്രാപ്പാറ. ഇതൊന്ന് കറക്റ്റായിട്ട് ഇത് ചെയ്യുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതെ, അപ്പോൾ നമുക്ക് നോക്കാം. താരാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് അല്ലേ? റാവത്പേട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കക്രാപ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് അല്ലേ? താരാപൂർ ആണോ ഇത് നിലയം? മഹാരാഷ്ട്ര. റാവത്പേട്ട രാജസ്ഥാൻ, നറോറ ഉത്തർപ്രദേശ്, കക്രാപ്പാറ ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേതാ തെറ്റായിട്ട് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ശൈത്യകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട കാറ്റ് അത് ഇന്ത്യയിലേക്ക് കടക്കാതെ, നമ്മുടെ ശൈത്യകാലത്ത് തെക്ക് നിന്ന് വീശുന്ന ആ ഒരു കാറ്റ് ഇന്ത്യയിലേക്ക് കടക്കാതെ
ചെറുക്കുന്നു എന്നതാണ് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. അത് തെറ്റല്ലേ? ഓക്കെ, അപ്പം ശരിയായിട്ടുള്ള പഠിച്ചു വെക്കണം. പുരാതന കാലം മുതലേ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണത്തിൽ നിന്ന് നമ്മളെ ഒരു പരിധി വരെ സംരക്ഷിച്ചു പോകുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലുക്കൾ ഉടലെടുക്കുവാൻ ഇത് കാരണമായിട്ടുണ്ട്. നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണിത്. അപ്പോൾ വരാത്തത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 36ലേക്ക് പോകാം. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദി ഏത്? അറിയാവുന്നതാണ് അല്ലെ? ഉത്തരം ഓപ്ഷൻ എ നർമ്മദ. ക്വസ്റ്റ്യൻ 37, ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? നമ്മുടെ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി മൗണ്ട് ഗുരുശിഖർ. ക്വസ്റ്റ്യൻ 38, 2023 ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി ചുമതല എടുത്തത് ആരാണ്? ഇതിൽ ആരായിരുന്നു 2023 ജൂണിൽ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതല എടുത്തത്? ഉത്തരം ഓപ്ഷൻ ബി സ്വാമിനാഥൻ ജാനകിരാമനാണ് കേട്ടോ. ക്വസ്റ്റ്യൻ 39, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി ആരാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ക്വസ്റ്റ്യൻ 40, പരിണാമ സിദ്ധാന്തത്തെ സാമൂഹ്യ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയത് ആരാണ്? പരിണാമ സിദ്ധാന്തത്തെ സാമൂഹ്യ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹെർബർട്ട് സ്പെൻസർ ആണ്. ക്വസ്റ്റ്യൻ 41, 30 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലോറി 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി എങ്കിൽ അതിൻ്റെ ത്വരണം എത്രയാണ്? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോറിയുടെ വെലോസിറ്റി പറയുന്നത് 30 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ അത് ടൈം തന്നിരിക്കുന്നത് 5 സെക്കൻഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് V=U+AT. ഇവിടെ നമുക്ക് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് വരാം. V-U/T എന്ന് കിട്ടും. ഇവിടെ ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം 0 ആയിട്ട് എടുക്കുന്നു. ആദ്യ പ്രവേഗം 30 മീറ്റർ/സെക്കൻഡ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടൈം 5 സെക്കൻഡും ആണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -30/5 അല്ലെങ്കിൽ -6 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. -6 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ 42ലേക്ക് പോകാം. ഡോപ്ലർ എഫക്റ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? അപ്പം ശരിയായ പ്രസ്താവന നോക്കി വെക്കണം. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് 4 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന അവിടെ നിൽക്കട്ടെ, നമുക്ക് ശരിയായത് പഠിക്കാം. കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലന നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുത്താനായി അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്റ്റ്. അതുപോലെ തന്നെ അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദ പ്രതിഭാസം ഡോപ്ലർ എഫക്റ്റ് ആണ്. ശ്രോതാവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുകയും ശ്രോതാവിൽ നിന്നും അകലുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി എന്ത് ചെയ്യുകയും ചെയ്യും? കുറയുകയും ചെയ്യും. പക്ഷേ ഈ 4ാമത്തെ ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച S-ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്ന ISROയിലാണ്. ആ ഓപ്ഷൻ തെറ്റാണ്. ആദ്യത്തെ 3 ഓപ്ഷനും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തറയിൽ നിന്നും 50 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു 30 മീറ്റർ ഉയരത്തിലെത്തുന്ന സമയത്ത് അതിനെന്ത് സംഭവിക്കുന്നു? നമ്മുടെ തറയിൽ നിന്നും 50 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു 30 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അതിനെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 3ഉം 4ഉം ഓപ്ഷൻസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് 3ഉം 4ഉം നമുക്ക് നോക്കാം. ഗതികോർജവും സ്ഥിതികോർജവും ഉണ്ട്. ഗതികോർജവും സ്ഥിതികോർജവും ഉണ്ട്. സ്ഥിതികോർജം കുറയുകയും ഗതികോർജം കൂടുകയും ചെയ്യും അല്ലേ? എത്ര മീറ്ററിൽ നിന്നാണ് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്? 50 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴോട്ട് വന്ന് 30 മീറ്ററിലേക്ക് എത്തുമ്പോൾ അവിടെ 2 തരം ഊർജ്ജമുണ്ട്. ഗതികോർജം വരും, സ്ഥിതികോർജവും വരും. അതുപോലെ തന്നെ സ്ഥിതികോർജം എന്താ ചെയ്യുന്നത് ഇവിടെ? ആ സ്ഥിതികോർജം കുറയുകയും ഗതികോർജം എന്ത് ചെയ്യുകയും ചെയ്യും? കൂടുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 3ഉം 4ഉം ഗതികോർജവും സ്ഥിതികോർജവും ഉണ്ട്. സ്ഥിതികോർജം കുറയുന്നു, ഗതികോർജം കൂടുന്നു. ക്വസ്റ്റ്യൻ 44, 2 വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും? ആകർഷണ ബലം ഉത്തരം ഡി ആണ്, 4ൽ 1 ആകും. ഓക്കെ, 45ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും. ഈ പ്രസ്താവന ഏത് നിയമവുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രിഡ്ജ്
അല്ലെ, പിന്നെ എക്സ്കവേറ്റർ, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു തത്വത്തെ ആധാരമാക്കിയാണ്. അപ്പോൾ ഏത് തത്വമായിരുന്നു അത്? ഓക്കെ, പാസ്കൽ നിയമമാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 46 പോകാം. സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഉപകരണം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ഇലക്ട്രോസ്കോപ്പ് ആണ്. പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ 47, ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്ത്? നമുക്ക് അറിയാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി, ആംബിയർ ആണ്. 48 ചോദ്യം, കോശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കോശം ആദ്യമായി കണ്ടെത്തിയത് മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിന്റെ കർത്താവായ ആന്റൺ വാൻ ലീവാൻഹുക്ക് ആണ്. ശരിയാണോ അത്? അപ്പം 4 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന, നമ്മുടെ കോശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ 2 പ്രസ്താവനകളും തെറ്റാണ്. ലാസ്റ്റ് 2 പ്രസ്താവനകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതാണ് ശരിയായിട്ട് വരുന്നത്. ദിനാമ പദ്ധതി പ്രകാരം 2ാം പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്പീഷ്യസിനെയാണ്, അല്ലേ? അത് കറക്റ്റാണ്. പിന്നെ ഊനഭംഗം നടക്കുന്നത് ഏത് കോശത്തിലാണ്? ലിംഗകോശത്തിലാണ്. അപ്പം 3ഉം 4ഉമാണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ 49, ചേരുംപടി ചേർക്കാൻ തന്നെയുള്ള ചോദ്യമാണ്. കേരള കാർഷിക സർവകലാശാല, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അതുപോലെ തന്നെ കേന്ദ്ര കാപ്പി ഗവേഷണ കേന്ദ്രം, പിന്നെ നമുക്കറിയാം ഇതെന്തുവാണ്? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, അല്ലേ? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അതെവിടെയാണ്? നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? നമുക്കറിയാം, വെള്ളാനിക്കര, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യത്താണ്, അല്ലെ? കേന്ദ്ര കാപ്പി ഗവേഷണ കേന്ദ്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ചുണ്ടേലാണ്, അല്ലെ? ചുണ്ടേൽ കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേലാണ്. അതുപോലെ തന്നെ TBGRI, അതായത് നമുക്കറിയാം ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, അല്ലെ? അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലോടാണ് എന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം. 50 ചോദ്യം, വൃക്ഷണങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന ഹോർമോൺ ഏതാണ്? ഇതിലേതാണ് വൃക്ഷണങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന ഹോർമോൺ? ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 51 ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കറക്റ്റായിട്ടുള്ള മാത്രം പഠിക്കുക. മനുഷ്യനിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ കാണപ്പെടുന്നു. കറക്റ്റാണ്, അല്ലേ? അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അതും കറക്റ്റാണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. അപ്പോൾ ആദ്യത്തെ 3 പ്രസ്താവനകൾ 1, 2, 3 അത് 3ഉം കറക്റ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 52, ഒറ്റയാനെ കണ്ടെത്തുക. ജീവകം സി, ജീവകം ഡി, ജീവകം എ, ജീവകം ഇ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡക്കെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അഡക്കിൽ പെടാത്ത വൈറ്റമിൻ ഏതാണ് ഇവിടെ? ജീവകം സി ആണ്. ജീവകം സി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 53, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഓപ്ഷൻ ബി, ലാവോസിയെ ആണ്. ക്വസ്റ്റ്യൻ 54, മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി വെവ്വേറെ ഗ്രാഫുകൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഉത്തരം വരുന്നത് ലോതർ മേയർ ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 55, ചേരുംപടി ചേർക്കാനാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ ഇവയെ കണ്ടെത്തിയ വ്യക്തികളെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് എഴുതാനാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള പഠിക്കാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഏണസ്റ്റ് റുദർഫോർഡ് ആയിരുന്നു, അല്ലെ? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെയിംസ് ചാഡ്വിക് ആണ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. പഠിച്ചു വെക്കുക. അപ്പോൾ ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, പോസിട്രോൺ കാൾ ആൻഡേഴ്സൺ. ക്വസ്റ്റ്യൻ നമ്പർ 56, മാത്സിലേക്ക് പോകാം നമുക്ക്. ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക? അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള സമവാക്യം നമുക്കറിയാവുന്നതാണ്. n² ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുക എത്ര കിട്ടും? 20², അതായത് 400 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള സമവാക്യമാണ് അറിയേണ്ടത്. അപ്പോൾ 20 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 20 കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തത്തിൽ 40 ഒറ്റസംഖ്യകളുടെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 40² എടുത്താൽ പോരെ. അപ്പോൾ 1600 എന്ന് കിട്ടും. എന്നിട്ട് ഇത് 1600-ൽ നിന്നും ഈ 400 കുറക്കുമ്പോൾ നമുക്ക് അടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക കിട്ടും.
ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് 1200 എന്ന് കിട്ടുമല്ലോ. അത് കുറക്കുമ്പോൾ നമുക്ക് 1200 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക. അപ്പോൾ ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുക 400 അല്ലായിരുന്നോ? തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക നമുക്ക് കിട്ടിയിരിക്കുന്ന 1200 അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 800 ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം 57. ക്വസ്റ്റ്യൻ നമ്പർ 57 ഇതാണ്. 10⁻499 എത്ര അക്കങ്ങളുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഇതിനൊരു നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. ആധാരം 10 സംഖ്യകളുടെ കൃതിയോട് 1 കൂട്ടിയാൽ ആകെ അക്കങ്ങളുടെ എണ്ണം കിട്ടും. മനസ്സിലാക്കി വെക്കുക. ആധാരം 10 സംഖ്യകളുടെ കൃതിയോട് 1 കൂട്ടിയാൽ നമുക്ക് അവിടെയുള്ള ആകെ അക്കങ്ങളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 10⁻499 അല്ലേ. അപ്പോൾ ആധാരം 10 ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൃതി 499നോട് 1 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 500 അക്കങ്ങളുണ്ടെന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻ 58 പോകാം. 7 കുപ്പികളിലായി 1/4 ലിറ്റർ വീതം പാലുണ്ട്. എല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ ആകെ എത്ര ലിറ്റർ പാല് ഉണ്ടാവും? 7 കുപ്പികളിൽ ആയിട്ട് അതിലൊരു കുപ്പിയിൽ 1/4 ലിറ്റർ വീതം പാലുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 കുപ്പിയിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് നോക്കാം. അതായത് ഒരു കുപ്പിയിൽ 1/4 ലിറ്റർ പാലാണെങ്കിൽ 7 കുപ്പിയിൽ 7 × 1/4 അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ 7/4 എന്ന് കിട്ടും. അതായത് മൊത്തം പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.25 ലിറ്റർ പാലാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. √0.0016 into √0.000025 into √100. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യത്തെ റൂട്ടിൽ കിടക്കുന്ന കാര്യത്തെ നമുക്ക് √16 / 10,000 എന്ന് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ റൂട്ടിൽ കിടക്കുന്ന കാര്യത്തെയും നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ √100 10 ആണല്ലോ. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും 20/10,000 എന്ന് കിട്ടും. അതായത് 2/1000. 2/1000 എത്രയാണ്? 0.002 ആണ് അല്ലേ. മനസ്സിലായെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ 60 പോകാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 3:4:5 എന്ന അംശബന്ധത്തിലാണ്. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 120 സെൻറ്റിമീറ്റർ ആയാൽ ഏറ്റവും നീളം കുറഞ്ഞ വശത്തിൻ്റെ അളവെത്ര? അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ്സ് 3:4:5 അല്ലെങ്കിൽ 3K 4K 5K എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 3 കൂടി കൂട്ടുന്നതല്ലേ. അപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ 3 + 4 + 5 3ഉം 4ഉം 7 7 + 5 12 12K 120 എന്ന് കിട്ടി. അതിൽ നിന്ന് K കിട്ടുമല്ലോ. K കിട്ടിക്കഴിഞ്ഞാൽ Kയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വശം 3 എന്നുള്ള സൈഡാണെന്നറിയാമല്ലോ. അപ്പോൾ 3 × 10 ചെയ്യുമ്പോൾ ചെറിയ വശം 30 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻ 61 പോകാം. ഒരു കച്ചവടക്കാരൻ തൻ്റെ കടയിലേക്ക് സാധനങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് അനുവദിക്കാറുണ്ട്. 10% ലാഭം കിട്ടണമെങ്കിൽ അദ്ദേഹം തൻ്റെ സാധനങ്ങൾക്ക് എത്ര ശതമാനം കൂട്ടി വില രേഖപ്പെടുത്തണം? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സാധനത്തിൻ്റെ വില നമുക്ക് 100 രൂപയായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കച്ചവടക്കാരൻ രേഖപ്പെടുത്തുന്ന വില എത്രയായിരിക്കും? അതായത് 10% കൂട്ടി 10% പുള്ളിക്ക് ലാഭം കിട്ടണം. അപ്പോൾ എന്താണ്? 110 എന്താണ് 5% പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി ഡിസ്കൗണ്ട് കൊടുക്കാറുമുണ്ട്. അപ്പോൾ 110 / 95 × 100 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 115.79 എന്ന് കിട്ടാം. അത് 100ൽ നിന്ന് എത്ര കൂടുതലാണ്? 15.79% കൂടുതലാണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 62. ഒരു നിശ്ചിത തുക 2 വർഷം കൊണ്ട് 702 രൂപയും 3 വർഷം കൊണ്ട് 783 രൂപയുമായാൽ പലിശ നിരക്ക് എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട് 2 വർഷം കഴിയുമ്പോൾ തുക 702 ആവുന്നു, 3 വർഷം കഴിയുമ്പോൾ തുക 783 ആവുന്നു. എന്ന് പറഞ്ഞാൽ 3 വർഷത്തിൽ നിന്നും 2 വർഷം കുറക്കുമ്പോൾ നമുക്ക് 1 വർഷത്തെ പലിശ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ കുറക്കുമ്പോൾ നമുക്ക് 81 രൂപയെന്ന് കിട്ടും. 1 വർഷത്തെ പലിശ കിട്ടിയെങ്കിൽ നമുക്കിവിടെ 2 വർഷത്തെ പലിശ എത്രയാണെന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? ട്വൈസ് എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് 162 എന്ന് കിട്ടും. നമുക്കിവിടെ മുതൽ കണ്ടുപിടിക്കണം. മുതൽ കണ്ടുപിടിച്ചിട്ട് പലിശ കണ്ടുപിടിക്കണം. അങ്ങനെ മുതൽ കണ്ടുപിടിക്കാം. 2 വർഷത്തെ തുകയിൽ നിന്നും 2 വർഷത്തെ പലിശ കുറച്ചാൽ നമുക്ക് എന്താണ്? മുതൽ കിട്ടുമല്ലോ. അപ്പോൾ 2 വർഷത്തെ തുക എത്രയായിരുന്നു? 702 ആയിരുന്നു. 2 വർഷത്തെ പലിശ 162 ആയിരുന്നു. കുറച്ചപ്പോൾ 540 ആണ് മുതലെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പോലെ എന്താണ്? നമ്മുടെ പലിശ /
മുടക്ക് മുതൽ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ പലിശ 81 81 ഡിവൈഡഡ് ബൈ ഒരു വർഷത്തെ പലിശയല്ലേ. അപ്പോൾ 81 ഡിവൈഡഡ് ബൈ 540 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 15% എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 63. മോഹൻ ഒരു ജോലി 10 ദിവസം കൊണ്ടും ഗോപൻ ഒരു ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എങ്കിൽ രണ്ടുപേരും കൂടി ഈ ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. മോഹൻ്റെത് 1/10 എന്നും ഗോപൻ്റെത് 1/15 എന്നും 15 എന്നും എടുത്തു കഴിഞ്ഞാൽ മോഹൻ പ്ലസ് ഗോപൻ ചെയ്യുമ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടും. അതായത് 6 ദിവസം എടുക്കും. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 64. ഒരു ടാങ്കിലേക്കുള്ള പൈപ്പ് തുറന്നാൽ 4 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ചുവട്ടിലുള്ള ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 6 മിനിറ്റ് സമയം കൂടി എടുക്കും. എന്നാൽ ഈ ലീക്കിലൂടെ മാത്രം ജലം ഒഴുകിപ്പോകാൻ എത്ര സമയം എടുക്കും? നമ്മൾ അതിനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ജലം ഒഴുകിപ്പോകാൻ എടുക്കുന്ന സമയം ഈസ് ഈക്വൽ ടു XY ഡിവൈഡഡ് ബൈ y മൈനസ് എക്സ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. XY ഡിവൈഡഡ് ബൈ y മൈനസ് എക്സ്. എക്സ് ഇവിടെ 4 മിനിറ്റ് എന്നാണ് തന്നേക്കണേ, y 6 മിനിറ്റ് എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 24/2 എന്ന് കിട്ടും. അതായത് 12 മിനിറ്റ് എടുക്കും കേട്ടോ. ലീക്കിലൂടെ മാത്രം ജലം ഒഴുകിപ്പോകാൻ എത്ര മിനിറ്റ് എടുക്കും? 12 മിനിറ്റ് എടുക്കും. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 65. സ്കൂട്ടറിൽ മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 4 മണിക്കൂർ കൊണ്ട് സ്കൂളിലെത്തുന്ന അധ്യാപകൻ 3 മണിക്കൂർ കൊണ്ട് സ്കൂളിലെത്തണമെങ്കിൽ സ്കൂട്ടറിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആക്കണം? നോക്കാം നമുക്ക്. ദൂരത്തിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, വേഗത ഇൻറ്റു സമയമാണ്. ഇവിടെ വേഗത 36 സമയം 4. അപ്പോൾ 144 എന്ന് കിട്ടും. നമുക്ക് 144 കിലോമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് സ്കൂളിലെത്തണമെങ്കിൽ അധ്യാപകൻ്റെ വേഗത എന്തായിരിക്കണം? ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 48 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. മണിക്കൂറിൽ 48 കിലോമീറ്റർ വേഗതയിലാണ് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ക്വസ്റ്റ്യൻ 66. 20 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര ആകൃതിയിലുള്ള ഒരു ചെമ്പ് തകിടിൽ നിന്നും 2 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ ചെമ്പ് തകിടുകൾ മുറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും? അപ്പോൾ ഇത് ഈസി അല്ലേ. മുറിച്ചെടുക്കാനാവുന്ന ചെമ്പ് തകിടിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ വലിയ സമചതുരത്തിൻ്റെ ഏരിയയെ ചെറിയ സമചതുരത്തിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വലിയ സമചതുരത്തിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 20 ആയതുകൊണ്ട് 20 × 20നെ 2 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉത്തരം 100 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 67. ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ 4ാം പദം ആദ്യ പദത്തിൻ്റെ 3 മടങ്ങിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 7ാം പദം 3ാം പദത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. എങ്കിൽ ആദ്യ പദം എന്ത്? നോക്കാം. അതായത് ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ 4ാം പദം എന്ന് പറയുമ്പോൾ A+3D അല്ലേ. അത് ആദ്യ പദത്തിൻ്റെ 3 മടങ്ങിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് A+3D 3Aക്ക് തുല്യമാണെന്ന് കിട്ടും. അതുപോലെ തന്നെ സമാന്തര പ്രോഗ്രഷൻ്റെ 7ാം പദം അതായത് A+6D എന്ന് പറയുന്നത് 3ാം പദത്തിൻ്റെ 2 മടങ്ങിനോട് 1 കൂട്ടണം. അപ്പോൾ ഇക്വേഷൻ 2 മനസ്സിലായല്ലോ. A+6D = 2 × A+2D + 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ 1ൽ നിന്നും കിട്ടും 3D = എന്തെന്ന് കിട്ടും? 2A എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A നമുക്ക് 3/2D എന്ന് എടുക്കാമല്ലോ. എന്നിട്ട് നമ്മൾ അത് ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ A+6D അല്ലേ ആദ്യത്തത്. Aക്ക് പകരം 3/2D എന്നും പിന്നെ 6D അതുപോലെ തന്നെ എഴുതുക. പിന്നെ നമ്മൾ 2 × A 2A അതുപോലെ തന്നെ എഴുതുക. 2 × 2D 4D എന്നാക്കുക +1. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3/2D - D = 1 എന്ന് കിട്ടും. അതായത് 3/2D - D എന്ന് പറഞ്ഞാൽ D/2 അല്ലേ. D/2 1 ആണെങ്കിൽ D എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 അനുസരിച്ച് നമുക്കറിയാം എന്താണ് 3D എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരുന്നു? 2Aക്ക് ഈക്വൽ ആയിരുന്നു അല്ലേ. അപ്പോൾ Dക്ക് 2 കൊടുത്താൽ 6 = 2A എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ആദ്യ പദം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. A = 6/2 അല്ലെങ്കിൽ 3 എന്ന് കിട്ടും. ഓപ്ഷൻ എ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 68ലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഉത്തരം കിട്ടുന്നത് 1 എന്ന് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ 68ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ 69. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ റീത്ത ഒരു തുക നിക്ഷേപിക്കുന്നു. 6 വർഷം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ അത് 6500 രൂപയായതായി കണ്ടു.
പിന്നീട് 2 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് 7,800 രൂപയായതായി കണ്ടു. എങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഇത് എത്ര രൂപയാകും? അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കൂട്ടുപലിശയുടെ ഇക്വേഷൻ അറിയാം. P × 1 + R/100 ദ ഹോൾ റേസ് ടു n ആണ് അല്ലേ. അപ്പോൾ 6 വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക നമുക്കറിയാം. അപ്പോൾ എന്നിന് പകരം 6 ഇട്ട് കൊടുത്ത് നമ്മൾ ഇക്വേഷൻ 1 എടുക്കുന്നു. അതുപോലെ തന്നെ 8 വർഷം കഴിഞ്ഞ് 7,800 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്നിന് പകരം 8 ഇട്ട് കൊടുത്ത് ഇക്വേഷൻ 2 കണ്ടുപിടിക്കുന്നു. 2/1 ചെയ്യുമ്പോൾ നമുക്ക് 1 + R/100 ദ ഹോൾ സ്ക്വയർ = 78/65 എന്ന് കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. 7,800 രൂപയ്ക്ക് അടുത്ത 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ 8 വർഷത്തെ അല്ലായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര വർഷത്തെ ആകും? 10 വർഷം കഴിഞ്ഞുള്ള തുകയല്ലേ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് P × 1 + R/100 ദ ഹോൾ റേസ് ടു 10 എന്നുള്ളത്, അതായത് 10 വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താന്നാ പറഞ്ഞേക്കണേ? 7,800 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയ്ക്ക് തുല്യമായി കിട്ടും. അപ്പം നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും 9,360 എന്ന്. അപ്പോൾ ഉത്തരം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ 70, x/y = 2/3 ആണെങ്കിൽ 4x + 2y / 5x - 2y വില എത്ര? ഇവിടെ നമുക്ക് x/y 2/3 ആണെങ്കിൽ എക്സിന് 2ഉം വൈക്ക് നമുക്ക് 3യും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 14/4 എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ 7/2. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 71, ആഡ് എ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ് യു നീഡ് മണി. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാ വരുന്നത് ഇതിൻ്റെ അകത്ത്? ഓപ്ഷൻ എ ഡോണ്ട് യു ആണ്, ഡോണ്ട് യു. ക്വസ്റ്റ്യൻ നമ്പർ 72, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസസ്. സെൻറ്റൻസ് ഇതാണ്, ഹീ ബ്ലെയിംഡ് ഹിസ് ചിൽഡ്രൻ. ഇതിൻ്റെ പാസീവ് വോയിസ് ഏതാ വരണേ? ഹിസ് ചിൽഡ്രൻ ഹാവ് ബീൻ ബ്ലെയിംഡ് ബൈ ഹിം. ഹിസ് ചിൽഡ്രൻ ഹാവ് ബീൻ ബ്ലെയിംഡ് ബൈ ഹിം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 73, ദ ലിറ്റിൽ കിഡ്സ് അലോങ് വിത്ത് ദെയർ പാരൻസ് ഡാഷ് ദെയർ. ഏതാ പറഞ്ഞ ഉത്തരം? ആർ ദെയർ ആണ്. ദ ലിറ്റിൽ കിഡ്സ് അലോങ് വിത്ത് ദെയർ പാരൻസ് ആർ ഹിയർ. ഓക്കെ, അടുത്ത ചോദ്യം, മൈ ബ്രദർ ഈസ് ഡാഷ് ടു മീ ബൈ 3 years. അപ്പോൾ ഇതിലേതാ വരണേ കറക്റ്റ്? എൽഡർ, ഓൾഡർ, എൽഡസ്റ്റ്, ഓൾഡസ്റ്റ്. ഏതാ വരണേ? എൽഡർ ആണ് അല്ലേ. മൈ ബ്രദർ ഈസ് എൽഡർ ടു മീ ബൈ 3 years. ക്വസ്റ്റ്യൻ 75, യു ഡാഷ് ടു ബ്രിങ് യുവർ നോട്ട് ബുക്ക് ദ ടീച്ചർ ഓർഡേർഡ്. യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്ക് ദ ടീച്ചർ ഓർഡേർഡ്. അപ്പോൾ ഇവിടെ ഈ ഡാഷ് എന്നുള്ളിടത്ത് ഏതാ വരണേ? യു മസ്റ്റ് ആണ്, യു മസ്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 76, ദ സിനോണിം ഓഫ് ഫിക്കിൾ. ഫിക്കിളിൻ്റെ സിനോണിം ഏതാണ്? ഉത്തരം വോളറ്റൈൽ ആണ്, വോളറ്റൈൽ. സെയിം മീനിങ് വോളറ്റൈൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 77 ആണ്, ഗീവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ടു സ്ട്രോങ് ടു ബി ഡിഫീറ്റഡ്. ഇതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാ? 1 to 2 സ്ട്രോങ് ടു ബി ഡിഫീറ്റഡ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ഇൻവിൻസിബിൾ ആണ്. എ പേഴ്സൺ 1 ടു സ്ട്രോങ് ടു ബി ഡിഫീറ്റഡ്, ദാറ്റ് ഈസ് കോൾഡ്, അയാളെ വിളിക്കുന്ന പേരെന്താണ്? ഇൻവിൻസിബിൾ എന്നാണ്, ഇൻവിൻസിബിൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 78 ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും പംകിൻ ആണ്. പംകിൻ്റെ അവിടെ എന്തുണ്ട്? ഒരു പി കൂടി വരണം, അപ്പോഴേ അത് കറക്റ്റ് ആകത്തുള്ളൂ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 79, യൂസ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ടു ദ വേർഡ് ഫോർഗെറ്റ്. ഫോർഗെറ്റിൻ്റെ കൂടെ ഏത് പ്രിഫിക്സും സഫിക്സുമാണ് ചേർക്കുന്നത് നോക്കാം. ഉത്തരം അണ്ണാണ്, അൺഫോർഗറ്റബിൾ, അൺഫോർഗറ്റബിൾ. UN ആണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ചേർക്കുന്നത് കേട്ടോ. ഓക്കെ, അൺഫോർഗറ്റബിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 80, ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേർഡ്. ഏത് വേർഡിന് ഉദാഹരണമാണ് ഹോളിഡേ? ഓപ്ഷൻ സി ആണ്, കോമ്പൗണ്ട് വേർഡാണ്. ഹോളിഡേ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് വേർഡാണ്. ക്വസ്റ്റ്യൻ 81, പെറ്റമ്മ ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? പെറ്റമ്മ ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ 82, കണ്ടക്ഷോഭം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കണ്ടക്ഷോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്ഫലമായ സംസാരമാണ്. കണ്ടക്ഷോഭം നിഷ്ഫലമായ സംസാരം. ക്വസ്റ്റ്യൻ 83, പിരിച്ചെഴുതുക. തപ്താനിലൻ ഏതാണ്? ഇത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്തെന്നാ കിട്ടുന്നത്? തപ്ത പ്ലസ് അനിലനാണ്. തപ്താനിലൻ എന്ന് പറയുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്
തപ്ത പ്ലസ് അനിലൻ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 84 ഋതുസംഹാരം കാളിദാസന്റെ ഒരു ഡാഷ് ആണ്. കാളിദാസന്റെ ഗണ്ഡകാവ്യമാണോ, നാടകമാണോ, മഹാകാവ്യമാണോ, കവിതയാണോ ഋതുസംഹാരം? ഋതുസംഹാരം ഒരു ഗണ്ഡകാവ്യമാണ് കേട്ടോ, ഗണ്ഡകാവ്യമാണ് ഋതുസംഹാരം. ക്വസ്റ്റ്യൻ 85 ഗുരു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ സി ഗുർവി ആണ്. ക്വസ്റ്റ്യൻ 86 ഏകവചന രൂപം എടുത്തെഴുതുക. ഇതിൽ ഏകവചന രൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈദ്യറാണ് ഏകവചനമായിട്ട് വരുന്നത്, ബാക്കിയെല്ലാം ബഹുവചനമാണ്. ക്വസ്റ്റ്യൻ 87 ബന്ധുരം അതിൻ്റെ സമാന പദം ഏതാണ്? നമ്മൾ കേട്ടിട്ടുണ്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും എന്താണ് ബന്ധനം ബന്ധനം തന്നെ പാരിൽ അല്ലേ. അപ്പൊ ബന്ധുരം എന്ന അതിൻ്റെ സമാന പദം ഏതാണ്? മനോഹരമാണ്, മനോഹരം. ക്വസ്റ്റ്യൻ 88 തെറ്റായ ജോഡി. താക്കോല് ആനന്ദ്, കറക്റ്റ് അല്ലേ അത്? കറ സാറ ജോസഫ്. ഹൈന്ദവം KP രാമനുണ്ണി. അരുൾ എഴുതിയിരിക്കുന്നത് CV ബാലകൃഷ്ണനാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? CV ബാലകൃഷ്ണൻ. ക്വസ്റ്റ്യൻ 89 ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ്? ഓപ്ഷൻ ബി ആണ്, മകളുടെ ഭർത്താവ്. ക്വസ്റ്റ്യൻ 90 ഡോക്ടർ M ലീലാവതിയുടെ ആത്മകഥ ഏത്? നമുക്കറിയാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ധ്വനി പ്രയാണമാണ്. ക്വസ്റ്റ്യൻ 91 കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും ഏതാണ്? PA മുഹമ്മദ് റിയാസ് ആണ്. ക്വസ്റ്റ്യൻ 92 കാനനയാത്രയിൽ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ നൽകാനായി വനം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അയ്യനാണ്, അയ്യൻ. ക്വസ്റ്റ്യൻ 93 ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കിഷോർ മക്വാനയാണ്. ക്വസ്റ്റ്യൻ 94 അടുത്തിടെ അംഗൻവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ സ്കീം ആരംഭിച്ച സംസ്ഥാനം? ഹോട്ട് കുക്ക്ഡ് മീൽ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ്. ക്വസ്റ്റ്യൻ 95 കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മാസികയായ കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആരാണ് പ്രഥമ കേരള പുരസ്കാരത്തിന്? നമ്മുടെ കർഷക തൊഴിലാളി യൂണിയന്റെ അല്ലെങ്കിൽ ആ കർഷക തൊഴിലാളി മാഗസീൻ അതിൻ്റെ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഓപ്ഷൻ ഡി VS അച്യുതാനന്ദൻ. ക്വസ്റ്റ്യൻ 96 ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി കനവാണ്. ക്വസ്റ്റ്യൻ 97 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ഇരുമ്പഴിക്കുള്ളില്. ക്വസ്റ്റ്യൻ 98 പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്രസൽസ് ആണ്, ബെൽജിയം. ബ്രസൽസ്, ബെൽജിയം. പ്രഥമ ആണവോർജ ഉച്ചകോടി നടന്നത് ബ്രസൽസിലാണ്. ക്വസ്റ്റ്യൻ 99 ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഡിസംബർ 14 ആണ്. ക്വസ്റ്റ്യൻ 100 ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. 2023 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം അവാർഡ് ലഭിച്ചവരിൽ പെടാത്തത് ആരാണ്? ഇതിൽ മേജർ ധ്യാൻചന്ദ് കിട്ടിയ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കവിത സെൽവരാജ്, മഞ്ജുഷ കൻവാർ, വിനീത് കുമാർ ശർമ്മ. വരാത്തത് ഓജസ് പ്രവീൺ ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓജസ് പ്രവീൺ. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് ആണ് പ്രാക്ടീസ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ താഴെ നിങ്ങളൊന്ന് ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ LPUP റിലേറ്റഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്